ദൈവം മനുഷ്യനെ അനുഗ്രഹിക്കണമെങ്കിൽ മനുഷ്യനിൽ 5 കാര്യങ്ങൾ നോക്കിയിട്ടാണ് ദൈവം മനുഷ്യരെ അനുഗ്രഹിക്കുക. ഇപ്പം ചിലർക്ക് ചിന്തിക്കും, ഞാൻ ഇത്രയെല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ധ്യാനം കൂടി, എന്നിട്ട് എനിക്ക് എന്തുകൊണ്ട് ചില കാര്യങ്ങൾ കിട്ടുന്നില്ല, നടക്കുന്നില്ല? ഏത് കാര്യങ്ങളുടെ പിന്നിലും ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഒരു മനുഷ്യ വ്യക്തിയിൽ ഉണ്ടാകണമെങ്കിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഒരു വ്യക്തി ദൈവത്തിൻ്റെ വാക്കുകളെയും ദൈവം അനുവദിക്കുന്നതായ കാര്യങ്ങളെയും അനുസരിക്കോ എന്ന് നോക്കിയാണ് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്. ചിലരെല്ലാം വളരെ ബുദ്ധിമുട്ടും വേദനയോടും കൂടി പറയുന്ന കാര്യങ്ങളുണ്ട്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, പല പ്രാവശ്യം ധ്യാനം കൂടി, എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, ജപമാല ചൊല്ലും, എന്നിട്ടൊക്കെ എന്തുകൊണ്ട് എൻ്റെ രോഗം മാറുന്നില്ല, എൻ്റെ കുടുംബത്തിലെ പ്രശ്നം മാറുന്നില്ല, എൻ്റെ ജീവിതത്തിലെ തകർച്ച മാറുന്നില്ല? ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആഗ്രഹിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും കിട്ടാതെ വരുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മുമ്പിൽ കർത്താവിന് തരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത്, ദൈവം മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏതെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തുകൊണ്ടോ, ഏതെങ്കിലുമൊക്കെ പാപം ചെയ്തുകൊണ്ടോ, ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവൻ ദൈവത്തിനെതിരായിട്ട് ചെയ്തതുകൊണ്ടോ ഒന്നും അല്ല ചില രോഗങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളൊക്കെ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നത്. ചിലപ്പോഴിങ്ങനെ നല്ല രീതി പെട്ടെന്ന് കുടുംബത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു മരണം സംഭവിക്കുന്നു, അപകടം സംഭവിക്കുന്നു, പ്രതീക്ഷിക്കാത്ത സമയത്ത് മാരകമായ ചില രോഗങ്ങൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നു. ഇതൊക്കെ ദൈവം എന്തുകൊണ്ടാണ് അനുവദിക്കുന്നത്? ആ വ്യക്തി ഏതെങ്കിലും വിധത്തിൽ തെറ്റുകളോ കുറ്റങ്ങളോ ചെയ്തുകൊണ്ടൊന്നുമല്ല, മറിച്ച് ദൈവം അത് അനുവദിക്കാൻ കാരണം, ദൈവം അനുവദിക്കുന്നതായ ഈ കാര്യത്തെ മനുഷ്യൻ അനുസരിക്കുമോ എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ്. ഏത് അനുഗ്രഹത്തിൻ്റെ പിന്നിലും ദൈവം അനുവദിക്കുന്ന ഒരു അനുസരണമുണ്ട്. ഈ അനുസരണത്തെ നോക്കിയാണ് ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നത്. ഇപ്പം നീ നന്നായിട്ടൊക്കെ പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ ജീവിച്ചു, ജീവിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ രോഗം വന്നു. ഈ രോഗത്തിൽ നീ അസ്വസ്ഥയാകോ? ഈ രോഗത്തിൽ നിൻ്റെ മനസ്സ് മടുക്കുവോ? ഈ രോഗത്തിൽ നീ പരാതി പറയുമോ? ഈ രോഗത്തിൽ നീ ദൈവത്തിൽ നിന്ന് അകലുവോ? പ്രാർത്ഥന നിർത്തുവോ? ഇതൊക്കെ അറിയണമെങ്കിൽ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കണം. അപ്പോൾ ഏത് അനുവദിക്കുന്നതിൻ്റെ പിന്നിലും ദൈവം അറിഞ്ഞിട്ടാണ്. എന്തിനു ദൈവം അറിഞ്ഞിട്ട് അനുവദിക്കുന്നു? നീ ആ അനുവദിക്കുന്ന ദൈവത്തിൻ്റെ മനസ്സ് അറിഞ്ഞ് അനുസരിക്കൂ. അതാ ഓരോ അനുസരണത്തിലും ഓരോ എളിമയുണ്ട്. അപ്പം ഇങ്ങനെ മനുഷ്യന് ദൈവം നൽകുന്നതായ കാര്യങ്ങളെ മനുഷ്യൻ അനുസരിച്ചാൽ അനുസരിക്കുന്നതിലൂടെ അവൻ എളുപ്പപ്പെടുന്നത് വഴിയായിട്ട് ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നുണ്ട്, പിതാവായ ദൈവം പുത്രനായ യേശുവിന് അപമാനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കുറ്റപ്പെടുത്തലിൻ്റെയും കളിയാക്കലിൻ്റെയും മുഖത്ത് തുപ്പലിൻ്റെയും ഏറ്റവും വലിയ നിന്ദനത്തിൻ്റെ അപഹാസ്യത്തിൻ്റെ അവസ്ഥയെല്ലാം പിതാവ് പുത്രനെ അനുവദിച്ചു. അപ്പം ഇങ്ങനെ എന്നിട്ട് പറയും, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വചനത്തെ, തന്നെ ശൂന്യമാക്കിയ ദാസൻ്റെ രൂപം സ്വീകരിച്ചു, അവിടുന്ന് കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി. അടുത്ത വചനം ഇങ്ങനെ, അതിനാൽ അത്യധികം ഉയർത്തി. കുരിശുമരണത്തോളം, അത് അപമാനത്തിൻ്റെ, നിന്ദനത്തിൻ്റെ, പരിഹാസത്തിൻ്റെ, ഒറ്റപ്പെടുത്തലിൻ്റെ, ശിക്ഷയുടെയൊക്കെ അടയാളമായ കുരിശുമരണത്തോളം അനുസരണമുള്ളവനായി, അതിനാൽ ദൈവം അത്യധികം ഉയർത്തി. അപ്പം അന്ന് വരെ ഈ കുരിശ് അപമാനത്തിൻ്റെയും നിന്ദനത്തിൻ്റെയും ശിക്ഷയുടെയൊക്കെ അടയാളമായിരുന്നുവെങ്കിൽ അത് പുത്രനായ യേശു പിതാവ് നൽകിയതിനെ സ്നേഹത്തോടെ സ്വീകരിച്ച് അനുസരിച്ചപ്പോൾ അതേ അപമാനവും നിന്ദനവും പരിഹാസവും എല്ലാം അത്യധികം ഉയർത്താൻ കാരണമായി തീർന്നു. അപ്പോൾ എന്നെയും നിങ്ങളെയൊക്കെ ജീവിതത്തിൻ്റെ ചില വഴികളിൽ, ചില സാഹചര്യങ്ങളിൽ, ചില സന്ദർഭങ്ങളിൽ, ചില കാര്യങ്ങളെല്ലാം ദൈവം ഇങ്ങനെ അനുവദിക്കും.
എന്തിനാ അനുവദിക്കുന്നത്? അനുഗ്രഹിക്കാനാ. പക്ഷെ ആ അനുവദിക്കുന്നതിലൂടെ അനുഗ്രഹം കിട്ടണമെങ്കിൽ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായിട്ട് ഉയർത്താൻ ദൈവം ആഗ്രഹിച്ചു. ആ ഉയർത്താൻ ആഗ്രഹിച്ച ദൈവം സാധ്യതയില്ലാത്ത സമയത്ത് അബ്രാഹത്തിന് ഒരു മകനെ കൊടുത്തു. ആ മകൻ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. ഈ സന്തോഷമുള്ള കാര്യം സന്തോഷിച്ചിരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ഈ മകനെ നീ എനിക്കായിട്ട് ബലി കഴിക്കണം. ഇപ്പം അബ്രാഹത്തിന് സത്യത്തിൽ പറഞ്ഞാൽ അവകാശപ്പെടാനായിട്ട് ഒരധികാരവും ഇല്ല. കാരണം സാധ്യതയില്ലാത്ത സമയത്ത് കിട്ടിയൊരു മകനാണ്, ദൈവം തന്നതാണ്. ഇപ്പം സാധ്യതയില്ലാത്ത സമയത്ത് ദൈവം തന്ന മകനെ ദൈവത്തിന് വേണ്ടി ബലി കഴിക്കാൻ പറഞ്ഞത് മാനുഷിക രീതിയിൽ ബുദ്ധിമുട്ടും വേദനയും നൊമ്പരവും ചോദ്യവുമൊക്കെ തിരിച്ചു ചോദിക്കാനായിട്ടുള്ള സാഹചര്യമൊക്കെ. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ കൊടുത്ത കാര്യം അവൻ എനിക്ക് തരാനായിട്ട് അതിനെ അനുസരിക്കുമോ? ഇതാ അബ്രാഹാം അനുസരിക്കാൻ തയ്യാറായി. അനുസരിക്കാൻ തയ്യാറായപ്പോൾ രണ്ട് കാര്യം നടന്നു. വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 18-ാം തിരുവചനം, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും, ഭൂമി മുഴുവൻ തലമുറ തലമുറയായിട്ട് അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ കിട്ടും? മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യൻ അപ്രതീക്ഷിതമായിട്ട് കാണുന്നതായ സമയത്ത് നിനക്കാത്തതായിട്ടുള്ള കാര്യത്തിൽ ദൈവം ചിലപ്പോഴെല്ലാം ചില സഹനങ്ങളും നൊമ്പരങ്ങളും വേദനകളും തരും. ആ തരുന്നതിന് നീ അനുസരിച്ചാൽ, അബ്രാഹാം വിശ്വാസികളുടെ എല്ലാം പിതാവായി എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ചെയ്യാനായിട്ട് തയ്യാറാകുന്നവരും സ്വീകരിക്കുന്നവരും അബ്രാഹത്തെ പോലെ അനുഗ്രഹിക്കപ്പെടും. എങ്ങനെ അബ്രാഹത്തിന് അനുഗ്രഹം കിട്ടി? അനുസരിച്ചതിലൂടെയാണ്. അതിനാൽ നമ്മളൊക്കെ ജീവിതത്തിൽ ഏത് കാര്യം ദൈവം തന്നാലും, രോഗമാകട്ടെ, തകർച്ചയാകട്ടെ, അപ്രതീക്ഷിതമായിട്ട് ചില തിക്താനുഭവങ്ങളാകട്ടെ, അനുവദിക്കുന്നത് ഏതായാലും അനുവദിക്കുന്നതിന് അറ്റത്ത് ദൈവമുണ്ട്. അപ്പം ദൈവത്തെ കാണണം. ദൈവഹിതമാണ്, ദൈവം അനുവദിക്കുന്നതാണ് എന്ന് നീ തിരിച്ചറിഞ്ഞ് അവിടെ ദൈവത്തിൻ്റെ മുഖം കാണാൻ പഠിച്ചാൽ നിനക്കത് ഏറ്റവും എളുപ്പത്തിൽ അനുസരിക്കാനായിട്ട് സാധിക്കും. അതിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും.